ആജ്ഞ അങ്ങനെ മറ്റുള്ളവർക്ക് പുതുജീവനേകിക്കൊണ്ട് കുഞ്ഞാലിൻ നമ്മോടൊക്കെ വിട പറയുകയാണ്. സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചോ? ഇപ്പോഴും നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണോ ആലിനെ കാണാൻ? അനുശ്രീ, പള്ളിയിലാണ് ഇപ്പോൾ ചടങ്ങുകൾ തുടങ്ങാനുള്ള ഒരുക്കങ്ങളിലാണ്. ആലിനെ പൊതുദർശനത്തിന് ആലിന്റെ മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാം, വലിയ ആൾക്കൂട്ടമാണ്. അതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല. ശരിക്കും മാനവികതയുടെ വലിയ സന്ദേശമാണ് ആലിൻ നൽകിയിട്ട് പോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ ആലിന്റെ മാതാപിതാക്കളെടുത്ത തീരുമാനവും ആലിനെ എക്കാലത്തേക്കും ലോകത്തിന്റെ മനസ്സിലേക്ക് ഒരു കുഞ്ഞു മാലാഖയെ ലോകത്തിന്റെ മനസ്സിൽ ആലിന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആളുകൾ കേട്ടറിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് രാവിലെ മുതൽ ആലിന്റെ വീട്ടിൽ വെച്ച് പൊതുദർശനം തുടങ്ങിയതാണ്. ഒരു 2:30 വരെ അവിടെ പൊതുദർശനം നടത്തിയ ശേഷമാണ് ഇപ്പോൾ പള്ളിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. പള്ളിയിലെത്തിയപ്പോഴും പൊതുദർശനം തുടരുകയാണ്. ആളുകൾ കണ്ടു തീരാനുള്ള ആളുകളുണ്ട്. ഈ ചടങ്ങുകളുണ്ട്. പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള മതാചാര ചടങ്ങുകളുണ്ട്. അതിനുശേഷമായിരിക്കും ആലിന്റെ സംസ്കാര ചടങ്ങുകൾ. സംസ്ഥാനം ബഹുമതികളോട് കൂടിയാണ് ആലിനെ സംസ്കരിക്കുക. എന്നാലും 4 കുരുന്നുകൾക്ക് പുതുജീവിതമേകിയാണ് മാലാഖ കുഞ്ഞ് കടന്നുപോകുന്നത്. എക്കാലത്തേക്കും അവശേഷിപ്പിക്കുന്ന കുറച്ച് നല്ല ഓർമ്മകൾ. അതാണ് ആലിൻ നൽകുന്ന മെസ്സേജ്. ഇതാണ് ആലിൻ നൽകുന്ന മാതൃക. ഇതാണ് അവയവദാനത്തിന്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ അവയവദാനം നൽകിയെന്നുള്ള ബഹുമതിയോട് കൂടിയാണ് ആലിൻ യാത്രയാകുന്നത്. ആ തീരുമാനത്തിലേക്ക് എത്തിയ മാതാപിതാക്കളുടെ ആ സമയത്തെ തീരുമാനവും, പ്രത്യേകിച്ചും ഏകമകളാണ്, 10 മാസം പ്രായമുള്ള ഏകമകൾ ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ മരിച്ചു കിടക്കുമ്പോൾ അത്തരത്തിലൊരു വലിയ തീരുമാനം കൈക്കൊള്ളാൻ ഷെറിനും അരുണിനും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സംഭവത്തെ വേറിട്ട് നിർത്തുന്നതും ഏറ്റവും കൂടുതൽ ഇതിനെ അങ്ങേയറ്റം ഹൃദയംഗമമാക്കുന്നതും അങ്ങനെയാണ്. ഓരോ മലയാളിയും മനസ്സിലേറ്റിയിരിക്കുകയാണ് ആലിനെ എന്ന് വേണം പറയാൻ. സ്വന്തം വീട്ടിലെ കുഞ്ഞിനെ പോലെ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഉണ്ടായ ഭയങ്കരമായി എംപതൈസ്ഡ് ആയിട്ടുള്ള സാഹചര്യമാണ് എല്ലാ മലയാളികൾക്കും ഉള്ളതെന്ന് വേണം പറയാൻ. അവരവരുടെ വീട്ടിലെ കുഞ്ഞ് നഷ്ടപ്പെട്ട വേദനയും എന്നിട്ടും ഈ മഹത്തായ ഒരു തീരുമാനമെടുത്ത രക്ഷിതാക്കളെ അഭിനന്ദനാർഹം കൊണ്ട് നിറയ്ക്കുകയാണ് ശരിക്കും കേരളം, അങ്ങനെ വേണം പറയാൻ. എന്നിരുന്നാലും ഒരു വലിയ ചരിത്രം സൃഷ്ടിച്ച് തന്നെ ചരിത്രത്തിന്റെ ഭാഗമായി തന്നെയാണ് ആലിൻ ഷെറിൻ കടന്നു പോകുന്നത്. 10 മാസം പ്രായം കൊണ്ട് ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ചെയ്ത് തീർക്കാൻ എല്ലാ നന്മകളും ആ കൊച്ചു പെൺകുട്ടി ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് എക്കാലവും ഓർമ്മിക്കപ്പെടും. പ്രത്യേകിച്ചും മലയാളികളിടത്തോളം കാലം, അല്ലെങ്കിൽ മലയാളം ഉള്ളിടത്തോളം കാലം ആലിൻ ഷെറിനെയും അവരുടെ മാതാപിതാക്കളെയും ഓർമ്മിക്കപ്പെടും. ആലിൻ ഷെറിൻ എപ്പോഴും എക്കാലവും മാലാഖ കുഞ്ഞായി വാഴ്ത്തപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാലാഖ എന്ന് പറയുന്ന കാൽപ്പനിക ഒരു സങ്കല്പത്തെ ഇത്ര വലിയ മഹത്തരമുള്ള ഒരു പദമാക്കി മാറ്റിയത് എങ്ങനെയെന്ന് കാണിച്ചു തരികയാണ് ശരിക്കും ആലിന്റെ മാതാപിതാക്കളെന്ന് വേണം പറയാൻ. കുഞ്ഞു ഹൃദയവും വൃക്കകളും അതുപോലെ കരളും ഒക്കെ മറ്റു കുരുന്നുകൾക്ക് നൽകി. 4 കുരുന്നുകളാണ് അതുമായി ബന്ധപ്പെട്ട് അതിജീവനം നടത്തുന്നത്. അവർക്ക് പുതുജീവനേകി തന്നെയാണ്. ഇതായ ശസ്ത്രക്രിയകളും കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള നമുക്ക് അല്പം മുൻപ് ശ്രേയയുടെ മുത്തശ്ശൻ നമ്മളോട് സംസാരിച്ചത് കേട്ടതാണ്. അവരും എക്കാലവും, അതായത് 4 കുഞ്ഞുങ്ങൾ ഉണ്ട് തങ്ങൾക്ക് എന്നാണ് ആലിന്റെ കുടുംബം പറഞ്ഞത്. അതായത് ആലിൻ യാത്രയായി, അതിന്റെ വിഷമമുണ്ട്. പക്ഷേ 4 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകാനായി, ഞങ്ങൾക്ക് 4 മക്കൾ കൂടി ആയി എന്നാണ് അവർ പറയുന്നത്. മഹത്തരമായ ഒരു തീരുമാനം തന്നെയാണ്. അത്തരത്തിലൊരു തീരുമാനത്തിൽ തന്നെയാണ് ഇന്ന് കേരളം ആ ഒരു തീരുമാനത്തെ തന്നെയാണ് നമിക്കുന്നതും അഭിനന്ദിക്കുന്നതും എന്ന് വേണം പറയുന്നത്. ചെറിയ തീരുമാനമായിരുന്നില്ല. അത്രയും വിരുമ്പി നിൽക്കുന്ന, അല്ലെങ്കിൽ ഹൃദയം തകർന്നു നിൽക്കുന്ന, ഒരു പക്ഷേ ജീവിതമേ അവസാനിച്ചു എന്ന് കരുതി നിൽക്കുന്ന ഇടത്തു നിന്നും ഒരു അച്ഛനും അമ്മയും തങ്ങളുടെ മക്കളുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിക്കുന്ന ആ എടുത്ത തീരുമാനം, ആ നിമിഷം കേരളം ഒരു കാലത്തും മറക്കില്ല. അത് ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ളതാണ്. ആലിൻ അവശേഷിക്കുന്നത് എങ്ങനെയാണ്? എന്തായാലും സംസ്ഥാനം ആലിന് ബഹുമതികളോട് കൂടി തന്നെയാണ് സംസാരിക്കുക. മന്ത്രിമാരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ആലിനെ സന്ദർശിച്ചിരുന്നു. ആലിന്റെ വീട്ടുകാർക്കാർക്ക് ആലിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ആലിന്റെ വീട്ടുകാരുമായി അവർ സംസാരിച്ചിരുന്നു. അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നിരുന്നു. അങ്ങനെ ആലിനെ പറ്റി കേട്ടറിഞ്ഞ്, അല്ലെങ്കിൽ 10 മാസം പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് നൽകിയ, ലോകത്തിൽ നൽകിയ മനുഷ്യത്വത്തിനെ, മാനവികതയുടെ വലിയ സന്ദേശമാണ്
ഈ മാതാപിതാക്കൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ തന്നെ ആളിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ കുടുംബത്തെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എത്രയോ ആളുകൾ ഇവിടെ വന്ന് കടന്നുപോയിരിക്കുന്നു. ഇപ്പോഴും നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഇപ്പോഴും ആ ഒരു പ്രളയം, ഒരു പ്രവാഹം കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒഴുകി തീർന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ഇപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പള്ളിയിലെ ചടങ്ങുകൾ ഇടയിൽ പോലും കണ്ടു തീർക്കാൻ ഇനിയും ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും അവസരം നൽകുന്നുണ്ട്. ഹൃദയപൂർവ്വം ഈ നെടുങ്ങാടപ്പള്ളി CSI ചർച്ചിൽ വെച്ചിട്ടാണ് ചടങ്ങ് നടക്കുന്നത്. അവിടെയുള്ള ആളുകളാണെങ്കിലും എല്ലാവർക്കും കാണാനുള്ള അവസരങ്ങൾ ഒരുക്കി എല്ലാവരോടും അനുതാപത്തോടെ, ഈ ആളിനെ കാണാനെത്തിയ എല്ലാവരോടും അനുതാപത്തോടെ പെരുമാറുകയും അവർക്കെല്ലാം അവസരങ്ങൾ ഒരുക്കുകയും ചെയ്ത് വളരെ അങ്ങേറ്റം വിഷമവും അഭിമാനത്തോടും കൂടിയാണ് ശരിക്കും ഈ വല്ലപ്പള്ളി സ്വദേശികൾ നിൽക്കുന്നത്. അവര് ആലിനെ ഓർമ്മിക്കുന്നു. മലയാളിക്ക് എക്കാലവും അഭിമാനമാക്കാൻ കഴിയുന്ന നേട്ടമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ നാഴികക്കല്ലാണ്, അങ്ങനെ ഒരു കയ്യൊപ്പാണ് ആ മാലാഖി കുഞ്ഞു ചാർത്തിയിട്ട് കടന്നു പോകുന്നത് എന്ന് വേണം പറയാൻ. അനീഷ്, അതാണ് ആജ്ഞ. കുഞ്ഞാലിനങ്ങനെ നമ്മളോടൊക്കെ വിട പറയുകയാണ്. 4 കുഞ്ഞുങ്ങൾക്ക് പുതുജീവനേകിക്കൊണ്ടാണ് ആലിൻ നമ്മളോടൊക്കെ വിട പറയുന്നത് എന്നുള്ളതാണ് അതിലെടുത്ത് പറയേണ്ട കാര്യം. ഒരുപക്ഷെ ഈ വാർത്ത വന്ന അന്നു മുതൽ തന്നെ ആലിൻ നമ്മുടെ ഒക്കെ മനസ്സിൽ ചേക്കേറിയതാണ്. കുഞ്ഞു മാലാഖിയായി 4 പേർക്ക് പുതുജീവൻ നൽകിയ ഒരു മാലാഖിയായി നമ്മുടെ ഒക്കെ മനസ്സിൽ ചേക്കേറിയ ഒരാളാണ്. ആജ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആർക്കും അത്ര പെട്ടെന്നൊന്നും ആലിനെ അങ്ങനെ മറന്നു കളയാനാവില്ല. കാരണം 10 മാസം പ്രായമായ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞാണ് 4 പേർക്ക് ജീവൻ നൽകി നമ്മളോടൊക്കെ വിട പറയുന്നത്. ഇപ്പോൾ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പള്ളിയിൽ നടക്കുകയാണ്. എപ്പോഴേക്കായിരിക്കും ആജ്ഞ സംസ്കാരം ഉണ്ടാവുക? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, 4 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് മുൻപ് ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന ചടങ്ങുകളുണ്ട്. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പള്ളിയിൽ അതുമായി ബന്ധപ്പെട്ട് പൊതുദർശനം തുടരുകയാണ്. അതേസമയം പള്ളിയിൽ ചില ശുശ്രൂഷ ചടങ്ങുകളുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ഗാർഡ് ഓഫ് ഓണറും സംസ്കാര ചടങ്ങുകളും ഒക്കെ നടക്കുക. എന്തായാലും 4 മണി അല്ലെങ്കിൽ 4 മണിയാണ് ഇപ്പോൾ നമ്മളെ അറിയിക്കുന്ന ഒരു സമയം. എന്തായാലും ഈ മൃതദേഹത്തെ സംബന്ധിച്ചിട്ട് പൊതുദർശനം അവസാനിക്കുന്ന ഒരു സാഹചര്യമൊക്കെ പറഞ്ഞിരുന്നത് ഏകദേശം ഒരു കൃത്യസമയം പാലിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതും അത്തരത്തിൽ അധികം നീളാതെ തന്നെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 മണിയാണ് സംസ്കാര ചടങ്ങുകൾ, 4 മണിക്ക് നടക്കുമെന്നാണ് നമ്മളെ അറിയിച്ചിരുന്നത്. അതിനനുസരിച്ച് ഉള്ള ക്രമീകരണങ്ങളൊക്കെ നടന്നു വരുന്നുമുണ്ട്. ഇനിയും ആരോഗ്യമന്ത്രി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രി എത്തിച്ചേർന്നിട്ടില്ല ഇതുവരെ. അത്തരം ചില ചെറിയ, അതായത് സന്ദർശനങ്ങളോ അല്ലാതെ മറ്റ് ആർക്കും വേണ്ടി കാത്തിരിക്കേണ്ടുന്ന സാഹചര്യവും നിലവിലില്ല. മുഖ്യമന്ത്രി നാളെയാണ് എത്തുക. മുഖ്യമന്ത്രി നാളെ കോട്ടയത്ത് എത്തിയ ശേഷം ആലിന്റെ കുടുംബത്തെ സന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിയുക. എന്തായാലും അറിഞ്ഞും കേട്ടുമൊക്കെ വന്നവരൊക്കെ ഇവിടെ തന്നെയുണ്ട്. ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന, ഇപ്പോഴും നമുക്കറിയാം ആ പള്ളിമുറി നിറഞ്ഞിരിക്കുകയാണോ, നിറഞ്ഞ് കവിയുകയാണോ. ഒരു വശത്തുകൂടി ആളുകളെ ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും വലിയ റഷാണ്. അതിൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിശയിക്കാനില്ല. കാരണം അത്രയും വലിയ മഹത്കർമ്മമാണ്, അത്രയും വലിയ സന്ദേശമാണ്, അത്രയും വലിയ മാനവികതയാണ് ഈ കുടുംബം ഉയർത്തിപ്പിടിക്കുന്നത്. അത് കേരളം എക്കാലവും തലകുമ്പിട്ട് മാത്രമേ ആ മാതാപിതാക്കളുടെ മുന്നിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ. എക്കാലവും അങ്ങനെ തന്നെ ആയിരിക്കും. തങ്ങൾക്ക് ആലിനെ നഷ്ടപ്പെട്ട സമയത്തും ആ വേദനയിലും തങ്ങൾക്ക് മറ്റു 4 കുഞ്ഞുങ്ങൾ കൂടി ഉണ്ടായല്ലോ എന്ന് ചിന്തിക്കുന്ന വലിയ മനസ്സിന്റെ ഉടമകളാണ് ആ മാതാവും പിതാവും. അവരുടെ മകളായാണ് ആലിൻ ജനിച്ചത് എന്നുള്ളതാണ് വലിയ മഹത്തരമായ കാര്യം. അവരെ തന്നെയാണ് വാഴ്ത്തേണ്ടതും പുകഴ്ത്തേണ്ടതും. 10 മാസം കൊണ്ട് ഒരു പെൺകുട്ടിക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ ഏറ്റവും അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന് വേണം പറയാൻ. ഏറ്റവും വലിയ സന്ദേശമാണ്, ഏറ്റവും വലിയ കടമയാണ് ആലിൻ നിർവഹിച്ചത്. ഏറ്റവും വലിയ സാമൂഹിക പ്രവർത്തനമാണ്, ഏറ്റവും വലിയ നന്മയാണ് ആലിൻ ചെയ്ത് കടന്നു പോകുന്നത്. പക്ഷെ അതിനുവേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ഒരു മാലാഖ കുഞ്ഞായിരുന്നു 4 കുഞ്ഞുങ്ങൾക്ക് പുതുജീവൻ നൽകാൻ. അങ്ങനെ ഈ മാലാഖ എന്ന് പറയുന്ന ഒരു കാൽപ്പനിക സങ്കല്പത്തിന് പിന്നാലെ പോകുമ്പോഴും, അല്ലെങ്കിൽ അത് കാൽപ്പനികതയാണ്, അല്ലെങ്കിൽ അത് മതചിന്തയുടെ ഭാഗമാണ് എന്ന് പറയുമ്പോഴും, അത്തരം ചിന്തകൾക്കുള്ളിൽ നന്മ നിറഞ്ഞ ഒരു സ്വരൂപമായിട്ട് മാത്രം ആലിൻ ഷെറിൻ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുന്നിൽ കാണാൻ കഴിഞ്ഞത്. എന്തായിരുന്നു ആ കുട്ടിയുടെ നിയോഗം? അതിനുവേണ്ടി മാത്രം ദൈവം അയച്ചതാണ് ആ പെൺകുട്ടി എന്ന് വിശ്വാസികൾ നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം, അതിന്റെ ബന്ധുക്കൾ നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം.
അങ്ങനെ ഓരോരുത്തരും അവരവരുടെ വീക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെയും അവരവരുടെ നിലപാടിന്റെയും അടിസ്ഥാനത്തിൽ ആലിനെ വിലയിരുത്തുമ്പോഴൊക്കെ മാലാഖ കുഞ്ഞാണ് ആലിനെ തന്നെയാണ് അങ്ങനെയാണ് ആലിൻ മാറുന്നത്. ആലിൻ ഒരു കുഞ്ഞു മാലാഖയാണ്. ആ കുഞ്ഞു മാലാഖ കടന്നെത്തി ഈ 4 കുരുന്ന ജീവനുകൾക്ക് പൊതുജീവൻ നൽകി കടന്നു പോവുകയാണ്. നേത്രപടലം ബാങ്കിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് സർജറി അല്ലെങ്കിൽ അത് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല. എന്തായാലും 2 വൃക്കകളും കരളും ഹൃദയവാൽവുമാണ് നിലവിൽ മറ്റു കുട്ടികളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും പൊതുജീവൻ നൽകുകയാണ് 4 കുഞ്ഞുങ്ങൾക്ക്, 4 കുഞ്ഞുങ്ങൾക്ക്. ആ കുടുംബവും ഇവരോട് എക്കാലവും കടപ്പെട്ടിരിക്കും. കേരളവും എക്കാലവും ഇവരോട് കടപ്പെട്ടിരിക്കുമെന്നാണ് പറയാൻ കഴിയുക. ഈ അവസരത്തിൽ അഭിനന്ദനാർഹമായ നേട്ടമാണ്. സ്വന്തം കുഞ്ഞ് ഏകമകളാണ് ആലിൻ. അവള് ഇല്ലാതാകുന്ന സമയത്തും ആ രക്ഷിതാക്കൾക്ക് എടുക്കാൻ കഴിയുന്ന വലിയ തീരുമാനത്തിന്റെ ബാക്കിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ. ആളുകൾ, നന്മ നിറഞ്ഞ ആളുകൾ ആലിന്റെ കുടുംബത്തോടൊപ്പം ചേരണമെന്ന് കരുതി ഇവിടെ എത്തിച്ചേർന്ന നിരവധി ആളുകൾ കുടുംബത്തെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും ഇവിടേക്ക് കടന്നു വന്നെത്തി അവരുടെ വേദനയിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന ഒരു കൂട്ടം ആളുകളെയും നമുക്ക് കാണാൻ കഴിയുന്നു. ഇത്രയേറെ നന്മയുള്ള മനുഷ്യരൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിന് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കൂടിയുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു അവസരം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. അത്തരം ഒരവസരം നമ്മൾ മെൻഷൻ ചെയ്യുന്നത് അങ്ങനെയാണ്. എന്തായാലും ആ ഓർമ്മപ്പെടുത്തൽ അത് എല്ലാവരെയും നയിക്കുന്നുണ്ട്. ആലോചന യാത്രയാവുന്ന കാഴ്ചയിലേക്ക് പോകുമ്പോൾ ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള ഒരു സങ്കടം ഇങ്ങനെ ഇടതിങ്ങി നിൽക്കുന്നുണ്ട്. അതിനുപരിയും മറ്റ് കുഞ്ഞുങ്ങൾക്ക് പുതുജീവനിലേക്ക് കടന്നു പോകുന്ന മാലാഖ കുഞ്ഞ് എന്നുള്ള മഹത്തായ പിൻബലത്തോടെയാണ് ആലിൻ കടന്നു പോകുന്നത് എന്നുള്ള സന്തോഷവും ഓരോരുത്തർക്കുമുണ്ട്. ആ കുടുംബവും അത്തരം ഒരു ആശ്വാസത്തിൽ തന്നെയാണ്. മകൾ മറ്റുള്ളവർ ജീവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആ കുഞ്ഞുങ്ങളെ കാണാം. ആലിൻ കടന്നുപോയെങ്കിലും ആലിൻ ഉണ്ടാക്കിയ അല്ലെങ്കിൽ അത് അനുഭവിച്ചു തന്നെ തീർക്കേണ്ട വേദനയാണ് പ്രിയപ്പെട്ട ഒരാൾ ഇല്ലാതാവുക. അതൊരു പക്ഷേ നമുക്ക് കാലം മായ്ക്കുമെന്ന് പറയുമ്പോഴും അത് ഏത് കാലത്തും ആലിനെ പറ്റി ഓർക്കുമ്പോഴും അഭിമാനത്തോടു കൂടി മാത്രമേ ഈ മാതാപിതാക്കൾക്ക് ഓർക്കാൻ കഴിയുക. ദുഃഖത്തോടെ മാത്രമല്ല. കുഞ്ഞുങ്ങളെ മരിച്ചുപോയ കുഞ്ഞുങ്ങളെ സാധാരണ മാതാപിതാക്കൾ ഓർക്കുന്നത് ദുഃഖത്തോടെ മാത്രമാണെങ്കിൽ ഇവരങ്ങനെ ആയിരിക്കില്ല ഷെറിനും അരുണും ഓർക്കുക. ദുഃഖത്തോടെയും അഭിമാനത്തോടെയും കൂടിയായിരിക്കും തങ്ങളുടെ മകളെപ്പറ്റി അവർ ഓർക്കുക. എല്ലാ കാലവും ആലിൻ എന്ന് പറയുന്ന കുഞ്ഞുമാലാഖ ഓരോ മനസ്സിലുണ്ടാകും. ഓരോ ഈ 4 കുഞ്ഞുങ്ങൾക്ക് മറ്റവയവങ്ങൾ വെച്ച് പിടിപ്പിച്ച് പുതുജീവനേകുമ്പോൾ തന്നെ വലിയ മനുഷ്യത്വത്തിന്റെ, സ്നേഹത്തിന്റെ, മാനവികതയുടെ വലിയ സന്ദേശമാണ് ആലിൻ നമുക്ക് നൽകി കടന്നു പോകുന്നത്. മനുഷ്യർ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജും ആലിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരിക്കുകയാണ്. ആലിന് അർഹമായ എല്ലാ ബഹുമതികളും നൽകിയാണ് നമ്മൾ ആ കുഞ്ഞിനെ യാത്രയാക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ഒരുപക്ഷെ എല്ലാവരുടെയും മനസ്സിൽ വളരെ ചുരുക്കം സമയം കൊണ്ട് തന്നെ ചേക്കേറിയ ഒരു കുഞ്ഞു മാലാഖയാണ് ആലിൻ. 4 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് തൻ്റെ ജീവൻ പകുത്തു നൽകി നമ്മോടൊക്കെ വിട പറഞ്ഞു പോയ ആ കുഞ്ഞ്. അവളുടെ മാതാപിതാക്കൾക്കും ഇനി ആശ്വസിക്കാം. കാരണം കുഞ്ഞാലിൻ മരിക്കുന്നില്ല, അവൾ ഇനിയും 4 പേരിലൂടെ ജീവിക്കുകയാണ് എന്നൊരാശ്വാസം അവളുടെ മാതാപിതാക്കൾക്ക് ഉറപ്പായും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. ആ ആലിൻ 4 പേർക്ക് പകുത്തു നൽകിയ ജീവിതത്തിൻ്റെ ബാക്കി നന്ദിയാണ് ഈ നാട് മുഴുവൻ അവൾക്കിപ്പോൾ അർപ്പിക്കുന്നത്. നാടൊന്നാകെ ഇപ്പോൾ ആലിൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആ പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകമായിരിക്കും ആലിൻ്റെ സംസ്കാരം നടക്കുക. മന്ത്രി വീണ ജോർജ് അടക്കം ഇപ്പോൾ പള്ളിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സംസ്കാരം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആജ്ഞ ഇപ്പോഴും ആളുകളുടെ ഒഴുക്ക് നിലയ്ക്കുന്നില്ല. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി ആളുകളാണ് ആലിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇപ്പോഴും ആ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അനുശ്രീ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ വീട്ടിൽ രാവിലെ മുതൽ പൊതുദർശനത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും അവിടെയും ആൾക്കൂട്ടം നിറഞ്ഞു കവിയുകയായിരുന്നു. ഇതൊക്കെയും ആലിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുന്നവരാണ്. അതുപോലെ ആലിന്റെ മാതാപിതാക്കൾ ചെയ്ത സത്കർമ്മത്തിന്റെ നിറവിൽ അവരോടൊപ്പം അവരുടെ വേദനയിൽ പങ്കുചേരാൻ വേണ്ടി എത്തിയിരിക്കുന്ന ആളുകളാണ്. ഏറെ പേരും വാർത്ത കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ഒക്കെ എത്തിയവരാണ്. അതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ
ഒക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ സംസ്ഥാനത്തിന്റെ വിവിധ മന്ത്രിമാരെത്തിയിരുന്നു. അതുപോലെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ, അതുപോലെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെ എത്തിയിരുന്നു. എന്നിരുന്നാൽ പോലും ഇതൊന്നുമല്ലാതെ ഇതിനുപരി സാധാരണക്കാരായ മനുഷ്യർ മനസ്സിൽ നന്മ മാത്രം അവശേഷിക്കുന്ന ചില മനുഷ്യർ ഈ കുടുംബത്തോടൊപ്പം അവസാന നിമിഷം പങ്കുചേരാൻ വേണ്ടി എത്തിയിരിക്കുന്നു. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ വേണ്ടി, അവരെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു എന്നുള്ളതും മനുഷ്യ മനസ്സിൽ സ്നേഹവും നന്മയും ഇനിയും അവശേഷിക്കുന്നു. ഇത് നമ്മൾ പറയുമ്പോഴൊക്കെ അത്രയും നമുക്ക് ചുറ്റുമുള്ള ലോകമൊക്കെ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വാർത്തകളിലൊക്കെ അത്രയും ക്രൂരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെയൊക്കെ കാണുമ്പോഴും ഇതൊരു വലിയ ആശ്വാസം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.